ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ച്. ആദ്യമായിട്ട് കോഴിക്കോട് എത്തുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നന്നാവുന്നു. അതുപോലെ തന്നെ ആയിട്ടോ. നമ്മുടെ അമ്മേച്ചിയും അമ്മേച്ചിന്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിനെ വീഡിയോയിൽ മോൻ കാണിക്കുന്നത് മടിയാണ്. അങ്ങനെ ബീച്ചിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ വിശപ്പ് തുടങ്ങി. കോഴിക്കോട് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ തട്ടുകടകളാട്ടോ. ജോലി കഴിഞ്ഞ് പോകുന്നവരും ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും വണ്ടികൾ ഓടിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് വിശപ്പ് മാറ്റാനുള്ള ഒരു ഉപാധി തന്നെ ആട്ടോ ഈ ദോശക്കടകൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ ചേട്ടൻ സെക്കൻഡുകൾക്കുള്ളിലാണ് ഓരോ ആംപ്ലേറ്റുകൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസാട്ടോ ചേട്ടന്റെ ഓരോ കഴിവുകളെ. അങ്ങനെ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾക്കും കിട്ടി ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന ചേട്ടൻ മാത്രമല്ല ദോശ എടുത്ത് കൊടുക്കുന്ന ചേട്ടനും നല്ല സ്പീഡാണ്. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മേച്ചിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ നാച്ചുറൽസിലെത്തിട്ടോ. ഞങ്ങളോട് സ്നേഹം മാത്രമുള്ള ഞങ്ങളുടെ സ്വന്തം അമ്മയാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ഐസ്ക്രീം മേടിച്ചത്. ആളുടെ പേര് പറയാൻ വിട്ടുപോയി, അശ്വതി എന്നാട്ടോ പേര്. അങ്ങനെ നല്ല ചൂടത്ത് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് തണുപ്പിച്ച് ഓരോ പോസൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ യാത്രയായി. അപ്പൊ എന്തായാലും നാളെ കാണാം.